നമ്മളിന്നൊരു ട്രിപ്പ് പോവാണ്. അപ്പൊ അതിനുള്ള പലഹാരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടാക്കണത്. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാനുള്ള ബാഗുകളാണ്. ജസ്റ്റ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ബാഗാണ്. ഇപ്പോഴും അതിനൊരു അന്ത്യം വന്നിട്ടില്ല. ഞാൻ പിന്നെ ഇപ്പുറത്ത് ബെൽറ്റ് ഇടുന്ന തിരക്കിലായിരുന്നു. നല്ലോണം നേരെ വൈകിയതിനെ കൊണ്ട് 100-110 നമ്മൾ ബസ്സിന്റെ മുമ്പിലേക്ക് വിടുകയായിരുന്നു. അവിടെ കുറെ നമ്മളെ പ്രായമുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഓരോ മുമ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ബസ്സിലേക്ക് കയറി നമ്മളിങ്ങനെ ഭയങ്കര നാണിച്ച് കളിക്കുന്നു. ഇതാണ് നമ്മളെ മാമന്. നമ്മളെ ടൂറിന്റെ മെയിൻ ആളാണ് നമ്മളെ മാമന്. ഇതാണ് നമ്മളെ റപ്പായിക്കാക്ക. റപ്പായിക്കാക്കേന് ടൂറിന്റെ മൂടം കൊണ്ട് കൊണ്ടുവന്നത്. റപ്പായിക്കാക്ക വിട്ട സീനാണ്. ഇതാണ് നമ്മളെ മാമി ഫുൾ മൂഡിലായിരുന്നു. ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് ഭയങ്കര മൂഡിലായിരുന്നു. നമ്മളവിടെ എത്താനായപ്പത്തിന് കരട്ടിന് ബാഗൊക്കെ ഇട്ട് അടിപൊളിയായി നിൽക്കാൻ തുടങ്ങി. ടൂറ് മൂടാക്കിയ ആളെ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ നമുക്ക് സൈഡായിപ്പോയി. പിന്നെ സ്ഥലത്താനായപ്പോൾ എല്ലാവരും പോയ എനർജിയൊക്കെ തീണ്ടു പോയി നമ്മളെല്ലാവരും തുള്ളാൻ തുടങ്ങി. എന്നിട്ട് നമ്മൾ സ്ഥലത്തെത്തി ഗായ്സ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനൊക്കെ ആയി. നിങ്ങൾക്ക് നല്ല കണ്ടുപരിച്ചൊക്കെ ഉണ്ടാവും ഈ വഴിയൊക്കെ. പിന്നെ ലാസ്റ്റിലേക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ വലിയ ബസ് കുഞ്ഞു റിസോർട്ടിൻ്റെ വഴി കൂടെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പെടാപാടേനു. എന്നിട്ട് നമ്മളങ്ങനെ എങ്ങനെയൊക്കെ ബസ്സൊക്കെ കയറ്റി അടിപൊളിയായിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് ഗായ്സ്. വന്നപ്പോൾ നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഡ്രസ്സ് പോലും മാറ്റാതെ ഞാനും ജസ്റ്റ് വേഗം ഇരുന്ന് ഫുഡ് അയക്കാനും. അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനുള്ളത്. അത് കഴിഞ്ഞ് വലിയുമ്പോൾ ഷട്ടിലെടുത്ത് ഇറങ്ങിയിട്ടു ഗൈസ്. അത് കഴിഞ്ഞത് പിന്നെ നമ്മൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി ഗൈസ്. സ്വിമ്മിംഗ് പൂൾ നോക്കിയാൽ 360 ഡിഗ്രിയിൽ മുഴുവനും വ്യൂ ആണ്. നമ്മൾ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചിട്ടാണ് ഗൈസ് കയറിയത്. പിന്നെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ അടിക്കാൻ വേണ്ടിയിരുന്നു ഗൈസ്. ലുക്ക് അറ്റ് ദിസ് വ്യൂ. എന്ത് രസമാണ് കാണാൻ. പിന്നെ പുറത്ത് കുറച്ച് നേരം സൺസെറ്റൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞത് നമ്മൾ റീലും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി. നമ്മളൊരു ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്തേക്ക് ഇറങ്ങി. പക്ഷെ അവിടെ റിസോർട്ട് വരുന്നുണ്ട്. അതിനെക്കൊണ്ട് കുറച്ച് ബോറായിരുന്നു കേട്ടോ. അമ്മക്ക് അവിടെ നിന്ന് നോക്കിയാൽ എല്ലാവരും കാണാൻ കഴിയില്ലെങ്കിലും അവിടെ നിന്ന് നോക്കി നമ്മളെല്ലാവരും നല്ല വൃത്തിയിൽ കാണാം. ഇങ്ങോട്ട് കുറച്ച് പ്രൈവസി കുറഞ്ഞ മാതിരി തോന്നിയിട്ടു. നമ്മളെ അമ്മമാരൊക്കെ നമ്മളെ കൂട്ടാൻ നടക്കാൻ വേണ്ടി പോയി. അപ്പം നമ്മൾ ഓലെ തപ്പി പിടിച്ച പോലെ വൈത്തല പോവാട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിക്കും. നമ്മളെ കൂടെ അല്ലുട്ടുണ്ടായിരുന്നു കേട്ടോ ഉറപ്പിക്കാനായിട്ട്. ഓനിപ്പോഴും ട്രിപ്പ് വന്ന മൂഡിൽ തന്നെയാണ്. ഓൻ തുള്ളിച്ചാടി നമ്മളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് നമ്മളെ കൂടെ വരുന്നത്. പാവല്ലേ വിചാരിച്ച് കൂട്ടിയതാണ്. അല്ലെങ്കിൽ നമ്മൾ കൂട്ടൊന്നില്ലേനു. പിന്നെ നമ്മളെ ഫാമിലീൻ്റെ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നല്ല വൈബായിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിക്കുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അവിടെ നിന്ന് എടുത്ത വീഡിയോസൊക്കെ ആ വീഡിയോസൊക്കെ നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. തിരിച്ചു പോകുമ്പോൾ വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് രാത്രി ആവാനായിരിക്കും. നമ്മൾ മൂന്നിനെ കണ്ടിട്ടാണ് തിരിച്ചു പോയത്. ഇതാണ് കേട്ടോ നമ്മളെ റിസോർട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റിസോർട്ടിലേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കൂടിക്കാഴ്ച. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ അവിടെ ഗ്രില്ല് പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പം മുഴുവനുള്ള പവറിലായിരുന്നു ഗൈസ്. പിന്നെ എൻ്റെ മാമന് ടഫ് സ്റ്റെപ്സും ഉണ്ടായിരുന്നു. നമ്മൾ പോയത് സമ്മർ സീസണിലേനു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി തണുപ്പുണ്ടേനു അവിടെ. പിന്നെ ഈ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും വിട്ട വൈബേനു. എല്ലാവരും ഡാൻസും കളിയും പാട്ടൊക്കെ തുടങ്ങി. പിന്നെ നമ്മളെ ഷോപ്പത്തെ കാക്കമാരാണ് കേട്ടോ ഇങ്ങനെ ആക്കി. നമ്മളെ റപ്പായിക്കാക്ക ഷോപ്പത്തെ ഒരു മെമ്പറായതിനെ കൊണ്ട് നല്ല വൈബേനുണ്ടോ റപ്പായിക്കാക്ക മൊത്തത്തിൽ. ജസ്സേനു മാമൻ ലാസ്റ്റായിട്ട് കുറച്ച് വെള്ളം എടുത്തത്. ആ വെള്ളം കുടിച്ച മാമൻ പിന്നെ വിട്ട കളിയേനു. ജസ്സ വെള്ളത്തിൽ എന്തോ കലക്കി കൊടുത്തിക്കണെന്ന് തോന്നണേ. അവിടെ എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ പണി ഇവിടെ ക്യാമറ ആയിട്ട് വന്നിട്ട് ഗ്രില്ല് ചെയ്യാൻ വെച്ച ചിക്കനൊക്കെ വീഡിയോ എടുക്കണ പണിയാണ് എൻ്റെ പണി. പിന്നെ ഒരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു. നമ്മളെ ടീംസിൽ ഒരു ടീം കേക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ കേക്ക് നമ്മൾ കൊണ്ടുവന്നിക്കണതും കൂടി നമ്മൾ അറിഞ്ഞിട്ടില്ല. ലാസ്റ്റിലേക്ക് നമുക്ക് മനസ്സിലായത് കേക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് പിന്നെ അവിടെ എല്ലാവരും കൂടിയപ്പോൾ കുറച്ചും കൂടി എനർജി കൂടി. പിന്നെ ജഗപൊക്കെ ആയി. പിന്നെ നമ്മളെ അല്ലുട്ടന് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി നമ്മളെ ഷോപ്പത്തെ മാമൻ്റെ കൂടെ.
പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. ഫസ്റ്റ് നമ്മളാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. ഫാത്തിമ പിന്നെ കുറേ എളുങ്ങി നോക്ക് വലിയ ചിക്കൻ പീസ് കിട്ടായിട്ട് കുറേ ഓളമ്മൻ്റെ വയറ്റിൽ കിടന്നിരുമ്മ എനിക്ക് വലിയ പീസ് ഇമ്മ പറഞ്ഞിട്ട് അങ്ങനെ ഓള് ഇളിങ്ങിയിരിക്കാൻ കേട്ടോ നമ്മളെടുത്ത്. പിന്നെ നമ്മളെ സ്വന്തം ഹിബന്റെ ഹക്കീം എനിക്ക് ഹിബനെ കാണിട്ട് അവിടെ ഒന്ന് നുലോളിച്ചില്ലേ വലിയ മൂഞ്ഞാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പത്തിന് കറണ്ടതാവും. പിന്നെ കുറേ നേരം നമ്മൾ ഇഷ്ടത്തിരുന്നു. പിന്നെ നമ്മളെല്ലാവരും രാവിലെ എണീച്ച പാടുന്ന ഫുഡ് കഴിച്ച് അപ്പം തന്നെ പൂളിലേക്ക് ചാടി. നമുക്ക് കുറേ പ്രാവശ്യം ഏത് റിസോർട്ടിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, അവിടെ പൂളുണ്ടായാൽ മതി. പൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൂർ തന്നെ പോണത്. നിങ്ങൾ വിചാരിക്കും നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്, കുളിക്കാനൊന്നല്ല കേട്ടോ പോണത്. ഗൈസ് പിന്നെ നമ്മൾ റീൽസ് എടുക്കാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ ഒരു ടീംസ് പോയിട്ട് ഗൈസ് അപ്പോൾ ഭയങ്കര സങ്കടമായി. പിന്നെ അധികം വൈകാതെ നമ്മൾ ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ പോണത് നമ്മളെ മാമൻ്റെ വീട്ടിലേക്കാണ്.